ഹലോ എവരിവൺ, എല്ലാവർക്കും ഫിസിക്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 12ൻ്റെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അതായത് ആദ്യത്തെ സെഷനിലെ മൂന്നാമത്തെ ഡെറിവേഷൻ ആയിട്ടുള്ള എ സി സോഴ്സ് അപ്ലൈ ടു ആൻ ഇൻഡക്ടർ സർക്യൂട്ട് എന്ന് പറയുന്ന വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ നമ്മൾക്ക് മിക്കവാറും ഒരു 3 അല്ലെങ്കിൽ 2 മാർക്കിനോ എപ്പോഴും ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. AC source applied to an inductor circuit. ഓക്കെ, ഇൻഡക്ടർ എന്തായിരിക്കും സാർ? വാട്ട് ഈസ് ആൻ ഇൻഡക്ടർ? ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്യൂട്ട് എടുത്തു, ഞാനൊരു സർക്യൂട്ട് എടുത്തു, അതിലേക്ക് ഞാൻ എന്ത് കൊടുത്തു? ഒരു AC സോഴ്സ് കൊടുത്തു, എന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സോളിനോയിഡാണ്, ഇങ്ങനെ വൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സോളിനോയിഡ്. ഓക്കെ, ഇതാണ് ഒരു ഇൻഡക്ടർ സർക്യൂട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ കറണ്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം ഒരു ഇൻഡക്ടർ സർക്യൂട്ട് അഥവാ ഒരു ഇൻഡക്ടറിൽ നമുക്ക് എപ്പോഴും ബാക്ക് EMF ഉണ്ടാവുമല്ലോ. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ബാക്ക് EMFന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ബാക്ക് EMF എന്ന് പറഞ്ഞാൽ ബാക്ക് EMFനെ ഞാൻ ഒരു അതായത് ബാക്ക് EMF പറയുന്നതിന് മുമ്പ് ബാക്ക് EMF പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് വോൾട്ടേജ് തന്നെയല്ലേ അല്ലേ? അപ്പൊ ഈ ബാക്ക് EMFനെ ഞാൻ എന്താക്കി എഴുതി? വി എന്ന് തന്നെ എഴുതി. ഞാൻ എഴുതി. അപ്പോൾ V is equal to L into di/dt അല്ലേ ബാക്ക് EMFൽ? ഇൻഡക്റ്റൻസ് നമ്മൾ പഠിച്ചപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഒരു ബാക്ക് EMF ഉണ്ടായി, അത് വോൾട്ടേജ്. ഇനി നമുക്ക് എല്ലായ്പ്പോഴും അറിയാവുന്ന പോലെ വിനെ നമ്മൾ എന്താക്കി മാറ്റി? V0 sin omega t ആക്കി മാറ്റി. V0 sin omega t is equal to L into എന്താ di/dt എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായി ഈ di/dt എന്നുള്ള ഈ ഒരു സംഭവമാണ്. അതിന് നമ്മൾ ഐനെ മാത്രം എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇനി ഈ സംഭവത്തിന് എങ്ങോട്ട് കൊണ്ടുപോയി? dt എങ്ങോട്ട് കൊണ്ടുപോയി? എന്നിട്ട് എല്ലിനെ താഴ്ത്തിക്ക് കൊണ്ടുപോകും. ഓക്കെ, dt മുകളിൽ കൊണ്ടുപോയി എല്ലിനെ താഴ്ത്തിക്ക് കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് dt എന്താക്കിയെടുക്കാം? di സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് കിട്ടും di is equal to V0 sin omega t by L അല്ലേ താഴേക്ക് പോയ L into dt. ഓക്കെ, ഇനി നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ രണ്ടും ഡി ആണ് അല്ലേ? ഡി ഉണ്ട്. DI നെ നമ്മൾ ഐ ആക്കി മാറ്റണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ മാത്സിലെ 7ാമത്തെ ചാപ്റ്റർ ഇൻ്റഗ്രൽസിൽ പഠിക്കുന്നുണ്ട്. ഹൗ ടു ഇൻ്റഗ്രേറ്റ് സം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, സൈൻ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ എടുത്തു രണ്ട് സൈഡും. ഇൻ്റഗ്രൽ DI is equal to ഇൻ്റഗ്രൽ V0 by L into sin omega t dt. ഇനി നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ DI യെ നമ്മൾ ഐ ആക്കി എഴുതി. V0 by L പറയുന്ന ആൾ കോൺസ്റ്റന്റ് ആണ്, അവനെ മാത്രം ഞാൻ പുറത്ത് നിർത്തി. അപ്പൊ എന്ത് വരും? V0 by L. ഇനി ഇന്റഗ്രലിനുള്ളിൽ ഇപ്പൊ ആരെ മാത്രമാണുള്ളത്? സൈൻ ഒമേഗ ടി മാത്രമാണുള്ളൂ. ഈ സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രേഷൻ എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റ ആണ്. അപ്പോൾ ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് കോസ് ഒമേഗ ടി ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ, അപ്പൊ നമ്മൾ കണ്ടു സൈൻ ഒമേഗ ടിയെ നമ്മൾ കോസ് ഒമേഗ ടി ആക്കി മാറ്റി. നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചെയിൻ റൂളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ കോസ് ഒമേഗ ടിയുടെ ഒമേഗയാണ് ഇൻഡു ചെയ്യണം. പക്ഷേ ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻഡുവിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഒമേഗയെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, വി ആർ ഡിവൈഡിങ് ഒമേഗ.
ഇനി I is equal to V0 by ഈ L ഒമേഗയെ ഞാൻ അല്ലെങ്കിൽ ഒമേഗ L ഇങ്ങനെ എഴുതി ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി. ഞാൻ ഈ ഒമേഗ എല്ലിനെ എക്സ് എൽ എന്ന് വിളിച്ചു. ഈ എക്സ് എല്ലിനെ നമ്മൾ എന്താ വിളിക്കുക വെച്ചാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, I is equal to V0 by XL ഇൻറ്റു നമുക്ക് ഈ മൈനസ് കോസ് ഒമേഗ ടിയെ വേറൊരു രൂപത്തിൽ എഴുതാം. നമുക്ക് അറിയാം മൈനസ് കോസ് തീറ്റ is equal to സൈൻ തീറ്റ മൈനസ് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതി, കോസ് ഒമേഗ ടി നമ്മൾ എന്താക്കി എഴുതി? സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി ഞാൻ പൈ ബൈ 2 എന്ന്. ഓക്കെ, ഇനി ഈ ഐനെ എങ്ങനെയൊക്കെ V0 by XL ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഡെറിവേഷൻ പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോസിലൊക്കെ റെസിസ്റ്റർ സർക്യൂട്ട് എന്താണെന്ന്, റെസിസ്റ്റർ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഡെറിവേഷൻ പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഡെറിവേഷൻ പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തും കൂടി തീർത്തു. ഇൻഡക്റ്റീവ്, അതായത് ഇൻഡക്റ്റൻസ് ഉള്ള റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന കറണ്ടിന്റെ വാല്യൂ. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായി തന്നെ പഠിക്കേണ്ടത്. ഈ ചാപ്റ്ററിന്റെ ബന്ധപ്പെട്ട് പുതിയ ടോപ്പിക്കുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.